അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ, ഇതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ജനലൊക്കെ ഫാബ്രിക്കേഷൻ തന്നെ വെച്ചിട്ടുണ്ട്, അലുമിനിയത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. അടുത്ത് പോയിട്ട് ഞാൻ കാണിച്ചത് സൈഡിൽ കൂടെയൊക്കെ കോഫി കളറും ഇവിടെ വുഡൻ കളറുമാണ്. ജനൽ കാണിച്ചാൽ തന്നെ അല്ല, മെയിനായിട്ട് നമ്മൾ അലമാരൻ്റെയും കിച്ചൻ്റെയും ഒക്കെ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഡോറും ഫെറോ ഡോറിൽ ചെയ്തിട്ടോ. അതൊക്കെ ഫുള്ളൊക്കെ നമ്മൾ ചെയ്യും, അതായത് ഡോറും വിൻഡോസും മൊത്തം ഇന്ത്യയിൽ വർക്കൊക്കെ ചെയ്യണേന്. ഇതാണ് നമ്മളെ അലുമിനിയത്തിൽ വന്ന ജനലാണ് കേട്ടോ. 2.5 ഇഞ്ചിൻ്റെ വുഡൻ കളറാണ്. ആ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തേക്കാണ്. നീല ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് എച്ചൊക്കെ കൊടുത്തുകൊണ്ട് ഷട്ടറൊക്കെ ആക്കിയാണ്ട് വുഡിൻ്റെ അതേ ടൈപ്പിൽ 1007ൻ്റെ ചാനലാണ്. ഇനി സൈഡ് ആൾക്കൂടിയൊക്കെ ഉണ്ട്, സൈഡിൽ കൂടിയൊക്കെ കോഫി കളറിലാണ് കൊടുത്തിട്ടുണ്ടോ, കണ്ടില്ലേ? ഇതൊക്കെ കോഫി കളറിലാണ് ഈ സൈഡുകളൊക്കെ വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അലുമിനിയത്തിൽ ചെയ്തതാട്ടോ. നമുക്ക് നേരെ അലമാരൻ്റെ പരിപാടിയാണ്. ഫുള്ളായിട്ട് വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിന് സ്റ്റിക്കറൊക്കെ പറിക്കാണ്ട്, ഇത് ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. ഫുൾ വർക്ക് ചെയ്തില്ല, 2 അലമാരയും ഇതും ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഹാളൊക്കെ ഒഴിവാക്കിയിട്ടേക്കാണ്. ഇനി നേരെ ഇവിടേക്ക് വരാം. ഇതാണ് നമ്മളെ അലമാര കേട്ടോ, വുഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് 3 ഡോറിൽ. ഇത് ഫെറോ സിമെന്റിൽ തട്ട് ചെയ്തതാണ്. പിന്നെ നേരെ ഇവിടെ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട്. കണ്ണാടി ഡോർമ കൊടുക്കാൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ നേരെ പുറത്തേക്ക് ആക്കിയാണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എക്സ്ട്രാ ചെറിയ ഫ്രെയിമിൻ്റെയും ഇതിൻ്റെയും പണിൻ്റെ ചെറിയ ചിലവ് വരുന്നുള്ളൂ. മറ്റേ ഡോർമ വെക്കുകയാണെങ്കിൽ സിമ്പിളാക്കാരം കണ്ണാടി വെക്കാൻ. പക്ഷെ ഇതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിള് മാതിരി ജസ്റ്റ്. പിന്നെ മുകളിൽ ഇവിടെ ഒരു ലൈറ്റ് വരാൻ കേട്ടോ. ലൈറ്റിൻ്റെ കണക്ഷൻ വയറിങ്ങാർ കൊടുക്കും. ഏതായാലും വയറിങ്ങിൻ്റെ പണിയൊന്നും കഴിഞ്ഞല്ലോ, ഫുൾ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് നമ്മൾ അലമാരൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇതൊക്കെ ഫെറോ സിമെൻ്റായിട്ട് തട്ട് ചെയ്തതാണ്. ഇതല്ലേ, ഇവിടെ ലോക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്യാഷൊക്കെ ഇട്ട് വെക്കാൻ ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രോണേക്കാട്ടിലും വളരെ ഉപകാരക്കാരം, കാരണം ഒരുപാട് സാധനങ്ങൾ ലോക്ക് ചെയ്യാം ഉള്ളൂ. പിന്നെ ഇവിടെ തട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷർട്ട് തൂക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരു ബാത്റൂമിൻ്റെ ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ. ഇത് സൈഡൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഇവിടെ വന്നാൽ ഇതാക്കണം, ഇതിലുള്ള അലമാര. ഇതും അതുപോലെ തന്നെ 3 ഡോറും ഒരു ടേബിളും വരുന്ന രീതിയിലാണ്. ഇത് മുകളിലേക്ക് ഉറക്കുന്ന ഡോറ്. പിന്നെ ഇവിടെ തട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെൻറ്റർ കണ്ണാടി, പിന്നെ ടേബിള്. ഇവിടെ അടിയിൽ 2 ഡോറ് ഇവിടെ തന്നെ ഉള്ളത്. ഒരു സൈഡൊക്കെ ഷീറ്റ് അടിച്ച് അത് ഇവിടെ ഇതിട്ട് വെച്ചേട്ടോ, സ്റ്റിക്കർ പറിക്കാലേന്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. ഇതിലും ഇതേപോലെ തന്നെ ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ തട്ടും കൊടുത്തേക്കണം. ഇവിടെയും ഷർട്ട് തൂക്കാല്ലേ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ സൈഡ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1.25 ആയതുകൊണ്ട് ഈ ഏരിയ കമ്മിയാക്കാരം. ഇവിടെ കവറിങ് പാടെ ചെയ്താൽ ഏരിയ കമ്മിയാക്കാരം. അതായത് ഇവിടെ പുറത്തേക്ക് കൂടുതൽ തള്ളിക്കൂല. ഡോറിൻ്റെ ഏറെക്കുറെ ഡോറിൻ്റെ ഒപ്പാക്കാരം, മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്ന മാതിരിയാക്കാരം. 1.25 ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ച് പാടേറെ പുറത്തേക്ക് നിൽക്കും കേട്ടോ. നമ്മൾ നേരെ കിച്ചണിക്ക് വരാം. കിച്ചണിന് ഇവിടെ മുകൾ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെറിച്ച് പിടിക്കുന്നുണ്ട്. ചില ആളുകൾ ക്യാമറ ഒരേ ആംഗിൾ പിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്, ഫുള്ളായിട്ട് കിട്ടൂല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇതാക്കണം, ഈ വുഡൻ കളറിൽ തന്നെയാണ്, പക്ഷെ ഇവിടെ സ്റ്റീൽ കോട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടോ. ചാമ്പ്യൻ സ്റ്റീലിലാണ് ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ പൗഡർ കോട്ടിങ് ആകുമ്പോൾ എന്താ പറയുക, കളർ പോയി കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട്. ഇനി മുകളിലൊക്കെ ഉണ്ട് ഫെറോ സിമെൻറ്റിൻ്റെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ചെറിയ ബഡ്ജറ്റിലുള്ള പരിപാടിയാണ്. നമ്മൾ 3 ഡ്രോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഡ്രോകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കത്തി സ്പൂണൊക്കെ ഇട്ടക്കാല്ലേ നമ്മളെ അലുമിനിയം കൊണ്ട് തന്നെ അടിച്ച് ചെയ്തേട്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ നേരെ പാത്രം വെക്കാല്ലോ കേട്ടോ, പ്ലേറ്റ് വെക്കാല്ലേ ഏരിയ. ഇതൊക്കെ ഫെറോ സിമെന്റ് തന്നെ കേട്ടോ.
കട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫെറോ സിമെന്റ് ചെയ്ത് സ്ലാബൊക്കെ ഫെറോ സിമെന്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഭംഗി ഉണ്ടാവും, അത്യാവശ്യം ഉറപ്പും കാര്യം ഉണ്ടാവും. നമ്മൾ നേരെ എന്താ പറയുക, ചാനലിന്റെ മുകളിൽ ഫ്രെയിമിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇടുന്നതിനെക്കാട്ടിലും എന്തായാലും സെറ്റായി നിൽക്കും. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ലെവൽ നോക്കിയാണ്ട് ചെയ്യണമെന്നുള്ളൂ. ചെയ്യുന്ന ആൾക്കാരൊന്ന് സെറ്റായി ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.